ബോധം. ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ ഞാൻ പരാതി സമർപ്പിച്ചത് എന്നുള്ളൊരു കുറ്റബോധമാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഗൈസ് നോക്കൂ, വിൻഷി അലോഷ്യസിന്റെ പരാതിയിൽ ഷൈം ടോം ചാക്കോയുടെ പേര് പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കാര്യം ഇവർ ഫിലിം ചേംബറിന് ഒരു പരാതി കൊടുക്കുമ്പോൾ ഈ നടൻ്റെ പേരോ സിനിമയുടെ പേരോ ഒരു കാരണവശാലും പുറത്തു വരരുതുമെന്നുള്ള ഒരു കർക്കശം ഇവർക്കുണ്ടായിരുന്നു. അവർ ആ ഉറപ്പിൻ്റെ പേരിലാണ് ഫിലിം ചേംബറിന് കൊണ്ട് ഒരു പരാതി കൊടുക്കുന്നത്. യോഗം 24 വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ശക്തമായ നടപടി എടുക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ഇനി പുറകോട്ട് പോകുന്ന പരിപാടിയില്ല, താക്കീതും കാര്യം. ഇവന്മാരെന്ത് ചെയ്ത് ഇതെല്ലാം കൂടി പുറത്തു വിട്ട് ഈ നടിയുടെ പേരും വിട്ട് ഫിനുവിൻ്റെ പേരും വിട്ട് ഷൈം ടോം ചാക്കോയുടെ പ്രതിയുടെ പേരൊക്കെ വെറുതെ വിട്ട് എന്നിട്ട് ഇവന്മാരിപ്പോൾ ഡയലോഗ് അടിക്കുക. എന്നിട്ട് ആ പെണ്ണിന് ഇപ്പം മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. കാര്യം എന്നാണെന്നറിയാമോ? ഇവന്മാരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇവന്മാരൊക്കെ കൺട്രികളാണ്, വെറും കൺട്രികളാണ്. കാര്യം ഇതിനകത്തൊക്കെ നടക്കുന്നത് ഇതേ രീതിയിലുള്ള കാട്ടായമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പച്ചയായ ശക്തിയാണ് ഇതിനകത്തൊക്കെ നടക്കുന്നത്, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെയാണെന്ന്. എന്നിട്ട് ഇവന്മാർ കണ്ണടച്ചിരുന്ന ഫിലിം ചേംബറെന്നോ അമ്മ എന്നൊക്കെ പറഞ്ഞു ഇവന്മാരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇൻ കേസ് ആരെങ്കിലും പ്രതികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയവുമായി പരാതിയായിട്ടൊക്കെ മുന്നോട്ട് വരുമ്പോൾ അവരെ കൂട്ടത്തോടെ ആക്രമിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയ പരിപാടി. ഷൈം ടോം ചാക്കോയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാക്കുമെന്ന് അമ്മ സംഘടന വ്യക്തമാക്കി. വിനു മോഹൻ, സരയു, അൻസിബ എന്നിവരെ ഉൾപ്പെടുത്തി 3 അംഗ സമിതി. അപ്പോൾ ഈ ഫിലിം ചേംബേഴ്സിന് പറഞ്ഞിരിക്കുകയാണ് വിലക്കുൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടാകും. എന്ത് ശിക്ഷ ഉണ്ടാകുമെന്നാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഹേമ കമ്മീഷൻ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവന്മാരുടെ കെട്ടുറപ്പും കാര്യം. ഇതിനകത്ത് ഇതെല്ലാം നടക്കണമെന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഏതൊരു കുഞ്ഞിനും അറിയാം ഇതിനകത്ത് ഇതേ രീതിയിലുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് പുറത്ത് വന്ന സംഭവങ്ങളാണിതെല്ലാം. ഇതിനകത്തൊക്കെ ഇവർ എന്ത് മാതൃകാപരമായ ഒരു നടപടി എടുത്ത് അപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതേസമയം നടന്റെ പേര് പുറത്തു വന്നതിൽ വിൻസി അതൃപ്തി പ്രകടമാക്കി. ഒരുപാട് പേരുടെ അധ്വാനമാണ് സിനിമയെ ബാധിക്കുമെന്നതിനാൽ നടന്റെ പേര് പുറത്തു വരില്ലെന്ന ഉറപ്പിലാണ് താൻ പരാതി നൽകിയതെന്നും ഫിലിം ചേംബറിന്റെ നടപടി തെറ്റായിപ്പോയെന്നും വിൻസി പറഞ്ഞു. ആർക്കെതിരെയെങ്കിലും ഒരു മാതൃക നടപടി അമ്മ എടുത്തിട്ടുണ്ടോ? കുറേ അധികം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറേ വെളിപ്പെടുത്തൽ വന്നു. എന്തെങ്കിലും എടുത്തോ? ഒന്നും ചെയ്യത്തില്ല ഇവരിതിപ്പോൾ താൽക്കാലമായി ഇങ്ങനെ മാധ്യമങ്ങൾ വരുമ്പോൾ ഇതിനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കുറച്ച് പ്രസ്താവന ഇതിൻ്റെ നേതാക്കന്മാർ നടത്തും. ഞങ്ങൾ നടപടിയെടുക്കും, 3 അംഗ കമ്മിറ്റിയെ രൂപീകരിക്കും, കമ്മിറ്റി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് 10 വർഷം കഴിഞ്ഞാലും കമ്മിറ്റി അംഗീകരിക്കില്ല. ഇവരുടെ റിപ്പോർട്ടും പുറത്ത് കാണത്തില്ല. ഇതിനെക്കുറിച്ച് ഒരു നടപടി എടുക്കുമെന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടാകത്തില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എന്തായിരുന്നു? ഭയങ്കര പ്രഹസനമല്ലായിരുന്നു. അവസാനം ഇതിൻ്റെ നേതാക്കന്മാർക്കെതിരെ തന്നെ സംഘടനയുടെ പ്രതിനിധികൾക്കെതിരെ തന്നെ വെളിപ്പെടുത്തലുണ്ടായപ്പം വീണ്ടും അവരെല്ലാം മാറ്റി. ഇപ്പം കുറച്ച് ആൾക്കാരെ 2ാം നിരക്കാരിലുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എന്തിനൊരു പേരിന് വേണ്ടി. ഇതിനകത്തിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഇൻറ്റൻഷനും ക്ലിയറാണ്. ഞങ്ങൾ എല്ലാവരും ഇത് നയിക്കും, പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് ഇടപെടണ്ട എന്നൊക്കെയുള്ള ഒരു അമ്മാവൻ മനോഭാവം അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിൻ്റെയൊക്കെ അധികമുള്ള ഒരു സംഭവമാണ്. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള പരിപാടിയാണ്. നടന്റെ പേര് പുറത്തു വന്നതിൽ വിൻസി അതൃപ്തി പ്രകടമാക്കി. ഒരുപാട് പേരുടെ അധ്വാനമാണ് സിനിമയെ ബാധിക്കുമെന്നതിനാൽ നടന്റെ പേര് പുറത്തു വരില്ലെന്ന ഉറപ്പിലാണ് താൻ പരാതി നൽകിയതെന്നും ഫിലിം ചേംബറിന്റെ നടപടി തെറ്റായിപ്പോയെന്നും വിൻസി പറഞ്ഞു. ഒരു 100 വട്ടം ഷൈം ടോം ചാക്കോയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാക്കുമെന്ന് അമ്മ സംഘടന വ്യക്തമാക്കി. വിനു മോഹൻ, സരയു, അൻസിബ എന്നിവരെ ഉൾപ്പെടുത്തി 3 അംഗ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും ഇത് നമ്മളിപ്പോ വിൻസിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കേട്ടു, ഞാൻ പരാതി കണ്ടു. ഇനിയിപ്പം സൈഡിൽ നിന്ന് നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ കിട്ടിയിട്ട് വേണം ഇതിപ്പോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു വിശദീകരണവും കാര്യങ്ങളും അതിന്റെ എങ്ങനെയാണ് നടപടിക്രമം അനുസരിച്ചിട്ട് വളരെ വേഗം തന്നെ അത് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നടപടി താക്കീതിൽ ഒതുങ്ങില്ലെന്നായിരുന്നു ഫിലിം ചേംബർ വ്യക്തമാക്കിയത്. ഒരു യോഗം 24 വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ശക്തമായ നടപടി എടുക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ഇനി പുറകോട്ട് പോകുന്ന പരിപാടിയില്ല, താക്കീതും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത്തരം ആൾക്കാരെ വെച്ച് മുന്നോട്ട് പ്രോജക്റ്റ് എടുക്കാതിരിക്കുക എന്നല്ല, വേറെ നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സർക്കാരാണ്, ജുഡീഷ്യറിയാണ്. വിൻസിക്ക് WCC പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. മലയാള സിനിമയിലെ ലഹരി ഉപയോഗം തടയാൻ ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും WCC വ്യക്തമാക്കി. തുടർ നടപടികൾക്കായി തിങ്കളാഴ്ച കൊച്ചിയിൽ ഫിലിം ചേംബറിന്റെ യോഗം ചേരും. സൂത്രവാക്യം സിനിമയുടെ IC അംഗങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇവന്മാർ ആദ്യമേ വലിയ പ്രഹസനമായിരുന്നു. അവസാനം
എല്ലാം തിരിഞ്ഞ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ ഈ നടനെ ഈ പ്രതിക്കെന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെ പ്രതിയാക്കപ്പെട്ട ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുകയും അവരെ പോയി ജയിലിൽ പോയി വിസിറ്റ് ചെയ്യുന്നൊക്കെ ഒരു സന്ദർഭം ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ത് മെസ്സേജാണ് ഇവന്മാർ ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഒരു മര്യാദയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമല്ലേ ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് ഡയലോഗ് അടിക്കുക, അതാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ്. നമ്മൾ ഈ ആരാധിക്കുന്ന ഈ ആരാധ്യ വൃന്ദങ്ങളും ഈ താരരാജാക്കന്മാരൊക്കെ എന്ത് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടോ? ഈ ഇങ്ങനെയുള്ള ഞങ്ങളുടെ മേഖലയിൽ അല്ലെങ്കിൽ ഞങ്ങൾ പണിയെടുക്കുന്ന മേഖലയിൽ ഇത്ര അധികം മനുഷ്യാവകാശ ധ്വംസനങ്ങളും സെക്സ്വൽ അസോൾട്ടും നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഇതിനെതിരെ കറക്റ്റായിട്ടുണ്ടാവും പറയാനുള്ള ഒരു ആർജവുമില്ല. എല്ലാവരും പറയുക ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നമുക്ക് തടി തപ്പുക എന്നുള്ള ഒരൊറ്റ പരിപാടിയാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പരാതി കൊടുത്താൽ ഞാൻ പരാതി കൊടുക്കുന്നതിന് പടിക്ക് പുറത്ത് എന്നുള്ള രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇവരുടെ പേര് പുറത്തുവിടത്തില്ല, പേര് വിവരം പുറത്തുവിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി മേടിച്ച പരാതിയിൽ ഇവന്മാർ പൊതുജനങ്ങളിൽ ഇട്ട് അവരെ നാറ്റിച്ച് സിനിമയിൽ നാറ്റിച്ച് എല്ലാവരുടെയും അധ്വാനം വെറുതെ ആക്കി. എന്നിട്ട് ഇപ്പോൾ നടക്കുക ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നു. എന്ത് ആക്ഷൻ എടുക്കുന്ന? ഒരു ആക്ഷൻ എടുക്കാനില്ല. ഇവർ ഈ നടിയെ പുറത്താക്കും, അല്ലെങ്കിൽ നടിയെ ഇനി സിനിമാ അവസരങ്ങളൊന്നും കിട്ടാത്ത രീതിയിൽ അവരുടെ കരിയർ ഇവന്മാർ നശിപ്പിക്കും.